പേടിയില്ല പരീക്ഷ. കണ്ണുരുട്ടി പേടിപ്പിക്കും, അടുത്തു വന്നാൽ നാറ്റമടിക്കും, കറി വെച്ചാലോ സ്വാദിഷ്ടം. എന്താണെന്ന് പറഞ്ഞാട്ടെ? ഉത്തരം എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ടോട്ടോച്ചാനും കൂട്ടുകാർക്കും ആ കടങ്കഥ ഒരുപാട് ഇഷ്ടമായി. എത്ര കേട്ടാലും മതി വരാതെ അവർ വീണ്ടും വീണ്ടും പരസ്പരം ആവശ്യപ്പെടും. കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ആ കടങ്കഥ ഒന്നുകൂടെ ചോദിച്ചേ. ടോമോയിലെ പേടിയില്ല പരീക്ഷ രസകരമായ മറ്റൊരു കടങ്കഥയ്ക്ക് കാരണമായി. കണ്ണുരുട്ടി പേടിപ്പിക്കും, പേടിച്ചില്ലേ ചൊറിയിക്കും, ഒടുവിൽ കൂട്ടച്ചിരിയാകും. ആരാണെന്നു പറഞ്ഞാട്ടെ? അസംബ്ലി ഹാളിൽ കൂടാരം അടിച്ച രാത്രിയിൽ മാസ്റ്റർ പ്രഖ്യാപിച്ചു, താമസിയാതെ നിങ്ങളുടെയൊക്കെ ധൈര്യം പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. അതായത് പേടിയില്ല പരീക്ഷ. ഒരു ദിവസം പാതിരാക്കി കുഹോംബത്സു ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും. അന്ന് പ്രേതമാകാൻ താല്പര്യമുള്ളവർ കൈപ്പൊക്കിയാട്ടെ. കൈ ഉയർത്തിയ 7 ആൺകുട്ടികൾക്ക് ആ അവകാശം ലഭിച്ചു. ഒടുവിൽ നിശ്ചയിക്കപ്പെട്ട ആ വൈകുന്നേരം എത്തി. കുട്ടികൾ സ്കൂളിൽ ഒത്തുചേർന്നു. പ്രേതമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൺകുട്ടികൾ തങ്ങൾ തന്നെ നിർമ്മിച്ച വിചിത്ര വേഷങ്ങളും മുഖംമൂടികളുമായാണ് വന്നത്. അവർ ആദ്യം തന്നെ ക്ഷേത്രപ്പറമ്പിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി. എല്ലാവരെയും പേടിപ്പിച്ച് കൊല്ലും ട്ടോ. പിരിയാൻ നേരം അവർ മറ്റുള്ളവരോടും പറഞ്ഞു. ബാക്കിയുള്ളവർ 30-ലേറെയുണ്ടായിരുന്നു. അവർ 5 പേർ വീതമുള്ള ചെറു സംഘങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓരോ സംഘവും പല സമയങ്ങളിലായാണ് കുഹോംബത്സുവിലേക്ക് തിരിക്കേണ്ടത്. ക്ഷേത്രപ്പറമ്പിനെയും ശ്മശാനത്തെയും വലം വെച്ച തിരികെ സ്കൂളിലെത്തുക. ഇതായിരുന്നു പേടിയില്ല പരീക്ഷയുടെ രീതി. എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ യാത്ര പൂർത്തിയാക്കാതെ തിരികെ വരണമെന്ന് തോന്നിയാലോ യാതൊരു പ്രശ്നവുമില്ല. മാസ്റ്റർ കുട്ടികളെ സമാധാനിപ്പിച്ചു. ടോട്ടോച്ചാൻ ഒരു ടോർച്ച് ലൈറ്റ് കരുതിയിട്ടുണ്ട്. എൻ്റെ ടോട്ടോ, നീ ഇത് നഷ്ടപ്പെടുത്തല്ലേ. പോരുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു. ചില ആൺകുട്ടികൾ പൂമ്പാറ്റ കെണികളുമായാണ് വന്നത്. മറ്റൊന്നിനുമല്ല, പ്രേതങ്ങളെ പിടിക്കാൻ. കമ്പിയും കയറുമൊക്കെയായി വന്ന ചില ശൂരന്മാർ വീമ്പിളക്കിയത് തങ്ങൾ പ്രേതങ്ങളെ പിടിച്ചുകെട്ടാൻ പോകുന്നുവെന്നാണ്. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് മാസ്റ്റർ വിസ്തരിച്ചു പറഞ്ഞു. ഞെരങ്ങിയും മൂളിയും വിറയാർന്ന കാലിടറുകളോടെ ആദ്യ സംഘം ടോമോയുടെ പടികൾ ഇറങ്ങി. ഒടുവിൽ ടോട്ടോച്ചാൻ്റെയും സംഘത്തിൻ്റെയും ഊഴമെത്തി. കുഹോമത്സു ക്ഷേത്രത്തിലെത്തും വരെ പ്രേതങ്ങളൊന്നും വരില്ലാട്ടോ, മാസ്റ്റർ പറഞ്ഞു. പക്ഷേ ടോട്ടോച്ചാനും കൂട്ടുകാർക്കും അത്ര ഉറപ്പു പോരായിരുന്നു. സ്കൂളിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ വെച്ചു തന്നെ അവർ ഭയന്നു വിറച്ചു. ഒരുവിധം ക്ഷേത്ര കവാടത്തിലെത്തി അവിടെ നിന്ന് നോക്കിയാൽ ദ്വാരപാലകന്മാരെ കാണാം. ചന്ദ്രൻ മേഘങ്ങൾക്ക് പുറത്തായിരുന്നു. കുറ്റാക്കുറ്റിരുട്ട്. പകൽ പ്രശാന്തവും വിശാലവുമായി കാണപ്പെടുന്ന ക്ഷേത്രപ്പറമ്പിൽ ഇപ്പോൾ ഭീകരൂപയൊരു പ്രേതം ഏതു നിമിഷവും മുന്നിലേക്ക് ചാടി വീഴാവുന്ന കാളരാത്രി. ഭയം അവരെ മരവിപ്പിച്ചു തുടങ്ങിയിരുന്നു. ടോട്ടോച്ചാനും കൂട്ടുകാർക്കും താങ്ങാവുന്നതിലേറെയായിരുന്നു അത്. ഹിയോ, ഇലകളിൽ കാറ്റു പിടിക്കുമ്പോഴുണ്ടാകുന്ന മർമ്മരം കേട്ട് ചിലർ നിലവിളിച്ചു പോയി. ഇടയ്ക്ക് പാദം മൃദുലമായ എന്തോ ഒന്നിൽ സ്പർശിച്ചപ്പോൾ ആരോ അലമുറയിട്ടു, എൻ്റെ അമ്മോ, ഇവിടെ ദാ പ്രേതം. നിമിഷങ്ങൾ കഴിയും തോറും ധൈര്യത്തിൻ്റെ അവസാന കണികകൾ കൂടി അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ഒപ്പമുള്ള ചങ്ങാതിയുടെ മുറുകെ പിടിച്ചിരിക്കുന്ന വിരലുകൾ പോലും പ്രേതമാണെന്ന് അവർ സംശയിച്ചു തുടങ്ങി. താൻ ഏതായാലും ശ്മശാനം വരെ പോകുന്നില്ലെന്ന് ടോട്ടോച്ചാൻ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അവിടെയായിരിക്കും ശരിയായ പ്രേതങ്ങൾ തയ്യാറായി നിൽക്കുക. പേടിയില്ല പരീക്ഷയുടെ നിയമങ്ങൾ അനുസരിച്ച് തീർച്ചയായും തിരികെ പോകാവുന്നതാണ്. അവൾ തീരുമാനിച്ചു. സത്യത്തിൽ സംഘത്തിലെ മറ്റുള്ളവരും അതേ നിമിഷം തന്നെ ആ തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞിരുന്നു. പിന്നെ സംശയമുണ്ടായില്ല. തങ്ങളുടെ കുഞ്ഞിക്കാലുകൾക്ക് കഴിയുന്നിടത്തോളം വേഗത്തിൽ ടോട്ടോച്ചാനും കൂട്ടരും തിരിഞ്ഞോടി. അവർ സ്കൂളിലെത്തി. തങ്ങൾക്ക് മുൻപേ തിരിച്ച വീരശൂര സംഘങ്ങളെല്ലാം കാലെ കൂട്ടി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയന്ന് വിറളിയിരുന്നു. ശ്മശാനം വരെ പോകാനുള്ള ഊറ്റം ആർക്കും തന്നെ ഉണ്ടായില്ല. അപ്പോഴുണ്ട് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്നു. വെള്ളത്തുണി കൊണ്ട് തലമൂടി ഒരു അധ്യാപകനാൽ അനുനയിക്കപ്പെട്ടാണ് വരവ്. അവനൊരു പ്രേതമായിരുന്നു. ഈ നേരം അത്രയും ശ്മശാനത്തിൽ വിറച്ചു പതുങ്ങിയിരിക്കുകയായിരുന്നു. ഏറെ നേരമായിട്ടും ആരും വരാതായപ്പോൾ ഭയം കൂടിക്കൂടി വന്നു. ഒടുവിൽ പരവശപ്പെട്ട് നല്ല വിധത്തിലും പുറത്തെത്തി കരഞ്ഞു വിളിച്ചു റോഡ് നിൽക്കുന്ന അവസ്ഥയിലാണ് റോന്തു ചുറ്റാൻ പോയ അധ്യാപകൻ അവനെ കണ്ടെത്തിയത്. അദ്ദേഹം അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ട് രണ്ടാമത്തെ പ്രേതം നിലവിളിച്ചു കൊണ്ടുവരുന്നു. കൂടെ മറ്റൊരുവനുമുണ്ട്. ആ പ്രേതവും കരയുന്നുണ്ട്. 2 പ്രേതങ്ങളും ശ്മശാനത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആരോ അങ്ങോട്ടേക്ക് ഓടിവരുന്ന ശബ്ദം കേട്ട് പേടിപ്പിക്കാനായി ചാടി വീണത്രേ.
വെപ്രാളത്തിനിടയിൽ ഇരുവരുടെയും തലകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ചെറിയ പരിക്കുമുണ്ട്. ചത്തുപോയാലോ എന്ന് ഭയന്ന് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വെച്ചു പിടിച്ചതാണ്. എല്ലാം കൊണ്ടും നല്ല തമാശ തന്നെ. കൊടും ഭയത്തിനു ശേഷം അപാരമായ ആശ്വാസത്തിനിടയിൽ കുട്ടികൾ തലയറിഞ്ഞു ചിരിച്ചു. പ്രേതങ്ങൾക്കാകട്ടെ ചിരിയും കരച്ചിലും ഒരേ സമയം വന്നു. ഇതിനിടെ ടോട്ടോച്ചാന്റെ സഹപാഠിയായ മികിത തിരിച്ചെത്തി. അവൻ പ്രേതത്തിന്റെ അങ്കി അണിഞ്ഞിരുന്നു. ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒന്ന്. ആരും ശ്മശാനത്തിലേക്ക് വരാത്തതിൽ ക്ഷുഭിതനായിട്ടാണ് അവന്റെ വരവ്. ഞാൻ ഇത്രയും നേരം അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. കൊതുകടിയേറ്റ കാലുകൾ പരപരാ മാന്തിക്കൊണ്ട് അവൻ പരാതി പറഞ്ഞു. അയ്യേ, കൊതുകുകൾ പ്രേതത്തിനെ കടിക്കുവോ? ആരോ പറഞ്ഞു. വീണ്ടും കൂട്ടച്ചിരി ഉയർന്നു. ഉവ്, ഞാൻ പോയി ബാക്കിയുള്ള പ്രേതങ്ങളെയെല്ലാം തിരികെ കൊണ്ടുവരാം. അതാ നല്ലത്. 5ാം തരത്തിലെ ക്ലാസ് ടീച്ചറായ മറിയാമ്മ മാസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി. ബാക്കിയുള്ളവരെല്ലാം തെരുവു വിളക്കുകൾക്ക് കീഴെ അഭയം പ്രാപിച്ചിരുന്നു. ഭയചകിതരായി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയേ എന്ന മട്ടിൽ നിന്നിരുന്ന എല്ലാ പ്രേതങ്ങളെയും കണ്ടുപിടിച്ച് അദ്ദേഹം സ്കൂളിലേക്ക് തെളിച്ചു. ആ രാത്രിക്ക് ശേഷം ടോമോയിലെ കുട്ടികൾ പ്രേതങ്ങളെ ഭയന്നില്ല. പ്രേതങ്ങൾ പോലും ഭയമുള്ളവരാകുമ്പോൾ പിന്നെ അവരെന്തിന് അവയെ ഭയക്കണം?